നിങ്ങൾ നോക്കിയേ, ഈ ഒരു ചെറിയ ഡ്രോപ്പ് 93,000 കോടി രൂപയുള്ള ഒരു സാമ്രാജ്യമാണ് രക്ഷിച്ചത്. അപ്പൊ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? 1971 ഹർഷ് മരിവാല ശ്രദ്ധിച്ചു, കസ്റ്റമേഴ്സ് പാരച്യൂട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ ഇതിന് പകരം അവർ കോമ്പറ്റേറ്റേഴ്സിനെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? വലിയ പാക്കേജിങ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ ചെറിയ ടിൻ ബോട്ടിൽസ് ട്രൈ ചെയ്തു. എന്നാലോ അതൊക്കെ തുരുമ്പെടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ആയപ്പോൾ അദ്ദേഹം പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടുവന്നു. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു അല്ലേ? എന്നാൽ അങ്ങനെ ആയിരുന്നില്ല, എലികൾ വന്ന് ഇത് കടിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കടയുടമകൾക്ക് ഈ ഒരു ഓയിൽ അവരുടെ കടയിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് താല്പര്യം ഇല്ലാണ്ടായി. അപ്പൊ ഇങ്ങനെ ആയപ്പോൾ അദ്ദേഹം ഇവിടെ കുറച്ച് ക്രിയേറ്റീവായി സ്മൂത്ത് സിലിണ്ടറിക്കൽ ബോട്ടിൽസ് ഡിസൈൻ ചെയ്തു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എലികൾക്ക് ഗ്രിപ്പ് കിട്ടില്ല കടിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു. എന്നാൽ ഇവിടെ കോമ്പറ്റേറ്റേഴ്സ് ഈ ഒരു ബോട്ടിൽ ഡിസൈൻ കോപ്പി ചെയ്തു. അങ്ങനെ അവരുടെ സെയിൽസിന്റെ 20% അടിച്ചു മാറ്റി. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹർഷ് ഒരു ഗെയിം ചേഞ്ചർ കൊണ്ടുവരുന്നത്. അതെന്താണ്? ഈ ഒരു ഡ്രോപ്പ് ഷേപ്പ് ലോഗോ എന്നുള്ളത്. അപ്പൊ ഈ ഒരു ചെറിയ ഡ്രോപ്പ് എന്താണ്? പാരച്യൂട്ടിന്റെ സിഗ്നേച്ചർ ആയിട്ട് മാറി. അപ്പൊ ആർക്കും ഇനി കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ എലികളുടെ ശല്യത്തിൽ നിന്ന് 93,000 കോടിയിലധികം, അതായത് ഇന്നത്തെ മാർക്കറ്റ് ഷെയറിന്റെ 54%. അപ്പൊ മരിവാലയുടെ ഈ ഒരു നീക്കം നല്ലപോലെ വർക്കായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ FMCG ജയന്റ് ആയ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 90കളുടെ തുടക്കത്തിൽ തന്നെ പാരച്യൂട്ടിനെ അക്യൂർ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പൊ ഇവിടുത്തെ വേറൊരു പോയിന്റ് നിങ്ങൾക്ക് അറിയാവോ? പാരച്യൂട്ട് വെറും 5% മാത്രമാണ് GST അടയ്ക്കുന്നത്. എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? പാരച്യൂട്ട് അവരെ ഹെയർ ഓയിൽ എന്ന് വിളിക്കുന്നതിന് പകരം എഡിബിൾ ഓയിൽ എന്ന് വിളിച്ചിട്ട്. സ്മാർട്ട് ആണല്ലേ? അപ്പം ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഏത് ബ്രാൻഡ് കഥ കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് മെൻഷൻ ചെയ്യാം.